ഹായ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇന്ന് നമുക്ക് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇതിലൊരു ടെസ്റ്റ് കൂടാൻ കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുക എന്താണെന്നുള്ളത്. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള 2 ഉള്ളി എടുത്തിട്ട്, വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 തക്കാളി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, മല്ലിച്ചപ്പ്. ഇതാ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ നമ്മുടെ ടിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇത്തിരി കറാമ്പട്ട, 2 ഏലക്ക, കറാമ്പൂവ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം എണ്ണ ചൂടാക്കിയതിന് ശേഷം കുക്കറിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം വെട്ടിവെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് കൂടെ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതേ രൂപത്തിൽ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം ആ 4 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, എന്നതിന് ശേഷം ആ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തിടും. 1 സ്പൂണേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. വേറെ 1 സ്പൂണ്, എന്താ 2 സ്പൂണ് മുളക് പൊടി, നമ്മൾ തന്നെ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്. പിന്നെ ഉള്ളത് മല്ലിപ്പൊടി ചേർത്തു, ചിക്കൻ മസാല ചേർത്തു. മല്ലിപ്പൊടി ഇപ്പോൾ ചേർക്കുമെന്നാണ് കേട്ടോ. 1 സ്പൂണ്, 2 സ്പൂൺ ചിക്കൻ മസാല. ഞങ്ങളിവിടെ വീട്ടിൽ ചിക്കൻ ചെയ്യുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ ഈ കറിയിലേക്ക് എന്തായാലും മല്ലിപ്പൊടി നിർബന്ധം. 1 സ്പൂൺ കേട്ടോ. എന്നതിന് ശേഷം ഈ രൂപത്തിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് തക്കാളി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം, തക്കാളി മുമ്പ് ആഡ് ചെയ്യരുത്. ഇതെല്ലാം വാടി വന്നതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നതിന് ശേഷം ഇതേ രൂപത്തിൽ നല്ലോണം വഴറ്റിയിട്ട് ഒരു ഗ്രേവി ടൈപ്പിൽ ആയി മാറും. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ചിക്കൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ടതിന് ശേഷം നമ്മൾ ആ ചിക്കനും മസാലയും ഒന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലോണം ഒന്ന് പിടിച്ച് ഒരു 2 മിനിറ്റ് ഇതേ രൂപത്തിലൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. അതിന് ശേഷം മസാല ഇതിൻ്റെ മുകളിലോട്ടായി എന്ന് കണ്ടതിന് ശേഷം ഒരു കുഞ്ഞി ഗ്ലാസ്സിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ചിക്കന് വെള്ളം ഇറങ്ങും, അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം. ചിക്കൻ്റെ ടേസ്റ്റ് പോകാൻ പാടില്ലല്ലോ. എന്നതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം കറിവേപ്പില ഇട്ടു, പിന്നെ മല്ലിച്ചപ്പിട്ടു, ആഡ് ചെയ്ത് കൊടുത്തു. നമ്മളെ നാടൻ വെളിച്ചെണ്ണ, മില്ലിൽ നിന്ന് ആട്ടി വെച്ച വെളിച്ചെണ്ണ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ചതാണ്. ഇതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുക്കർ ഒരു 2-3 വിസിലിന് വേണ്ടിയിട്ട് അങ്ങനെ വിട്ട് കൊടുക്കുക. നമുക്കൊന്ന് പൊക്കി നോക്കിയാലോ? കണ്ടേട്ടെ, അടിപൊളി ചിക്കൻ കറി കേട്ടോ. പിന്നെ ഒന്നും ചെയ്തില്ല, കുക്കറിൻ്റെ ഇത് പൊക്കിയിട്ട് പോലുമില്ല. കണ്ടില്ലേ എന്താ കളർ ചിക്കൻ കറി, അടിപൊളിയായിരുന്നു കേട്ടോ, ടേസ്റ്റായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു വിഭവമാണ്. ഓക്കെ, ഏതായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്നതിന് ശേഷം വിവരം അറിയിക്കുന്നുണ്ട്. ഓക്കെ, വേണ്ടല്ല ഉമ്ര പോയിക്കണേ. ശരി, നാട്ടിൽ അങ്ങനെ പോയതാ. നോക്കാൻ ആളില്ലാത്തതുകൊണ്ട്. ശരി, ജോർക്ക് പാസ്സായി ഭാര്യ. അന്നെ ആരൊക്കെ ഇവർക്ക് അല്ല.